അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നഗ്നമായി കുളിക്കുന്നതിൻ്റെയും നഗ്നമായി ഒളുവെടുക്കുന്നതിൻ്റെയും ഇസ്ലാമികമായ വിധി പല ആളുകളും തിരക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഔറത്ത് മറ്റൊരാൾ കാണാത്ത സാഹചര്യത്തിൽ നഗ്നമായി കുളിക്കുന്നത് വിരോധമുള്ള ഹറാമായ കാര്യമല്ല. എങ്കിലും ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ, അത്യാവശ്യമായി മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചു കൊണ്ട് തന്നെ കുളിക്കലാണ് ഉത്തമം. എന്തുകൊണ്ടാണ് നഗ്നമായി കുളിച്ചാൽ, അഥവാ എൻ്റെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ പരസ്യമായി കുളിക്കുന്നതല്ല ഈ പറയുന്നത്. ഒരു ബാത്റൂമിലോ അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്തോ നഗ്നമായി കുളിക്കേണ്ടി വന്നാൽ അങ്ങനെ കുളിച്ചു എന്ന് വെച്ചിട്ട് ഹറാമല്ല. കാരണം ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ധരിക്കുന്ന ഹദീസ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്ന റിപ്പോർട്ടിൽ കാണാം, ബൈനമാ അയ്യൂബ് യഗ്തസിലു ഉർയാനൻ, അയ്യൂബ് നഗ്നനായി കുളിച്ച സന്ദർഭം എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തെ രോഗവുമായി ബന്ധപ്പെട്ട ആ സംഭവം വിശദീകരിക്കുമ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുളിക്കാൻ വേണ്ടി പോയ സാഹചര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം നഗ്നനായിട്ടാണ് കുളിച്ചത് എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്ന ചില റിപ്പോർട്ടുകളിലും ആ രൂപത്തിൽ വന്നതായും കാണാൻ കഴിയും. അപ്പോൾ അടച്ചുറപ്പുള്ള, മറ്റുള്ളവർ തന്നെ രഹസ്യഭാഗങ്ങൾ കാണാത്ത രൂപത്തിലുള്ള സാഹചര്യമാണെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുളിക്കുന്നത് വിരോധമുള്ള കാര്യമല്ല. എങ്കിൽ പോലും മറക്കേണ്ട ഭാഗങ്ങൾ മറച്ച്, ഒറ്റക്കാണെങ്കിൽ പോലും നഗ്നത വെളിവാകാതെ, അഥവാ അത്യാവശ്യം മറക്കേണ്ട കാര്യങ്ങൾ മറച്ചു നിൽക്കൽ തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭൂഷണമായിട്ടുള്ളതും ഉത്തമമായിട്ടുള്ളതും എന്നുള്ള വിഷയത്തിൽ തർക്കമില്ല. എന്തെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിന്റെ ഔറത്ത് നീ വെളിവാക്കേണ്ടത് നിന്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ മുമ്പിലാവണം. ഫഖാൽ റജുൽ യകൂനു മഅ റജുൽ, അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, ഞാൻ ഒരാളോടൊപ്പമാണെങ്കിലോ, ഒരു പുരുഷന്റെ ഒപ്പമാണെങ്കിലോ? അപ്പൊ റസൂൽ പറയാണ്, നിനക്ക് സാധിക്കുന്ന അത്ര നിന്റെ ഔറത്ത് നീ മറച്ചുകൊണ്ടേയിരിക്കണം, മറക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഒറ്റക്കാണെങ്കിലോ? അപ്പൊ റസൂൽ പറയാണ്, ഫല്ലാഹു അഹഖു യസ്തഹിയ മിൻഹു, അല്ലാഹുവാണ് ലജ്ജയുടെ വിഷയത്തിൽ ഏറ്റവും അവകാശപ്പെട്ടവൻ. അപ്പോൾ ഒറ്റക്കാണെങ്കിൽ പോലും ഔറത്ത് കൃത്യമായി മറക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒന്നുവെടുക്കുന്ന വിഷയത്തിലും ഔറത്ത് വെളിവാക്കി ഒന്നുവെടുത്തു എന്ന് വെച്ചിട്ട് ഒന്നു ബാത്തിലാവുകയില്ല. കാരണം ഒന്നു മുറിയുന്ന ഷർത്തുകളിലൊന്നും ഔറത്തുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വരുന്നില്ല. എന്നാൽ ഔറത്ത് മറച്ച് അതിൻ്റെതായ അദബുകൾ പാലിച്ച് കുളിക്കലും ഒന്നുവെടുക്കലും തന്നെയാണ് ഉത്തമം. ഇനി നഗ്നമായി കുളിച്ചു, നഗ്നമായി ഒന്നുവെടുത്തു എന്ന് വെച്ചിട്ട് അത് നമസ്കാരത്തെയോ കുളിയെയോ ഒന്നുവിനെയോ നമസ്കാരത്തെയോ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമല്ല. ഏറ്റവും സൂക്ഷ്മതക്ക് നല്ലത് ഔറത്ത് മറച്ച് തന്നെ ചെയ്യലാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.